ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കീമിൻ്റെ PYQ സോൾവിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അണ്ടർ 1 മിനിറ്റ്, 1 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗായ്സ്. So guys, this is our first problem. So how to solve this problem is we have to apply L'Hospital's rule. ഓക്കെ, L'Hospital റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അത് നമ്മൾ എൻട്രൻസ് എക്സാമിന് ലിമിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഒട്ടേറെ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. അതായത് മോളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് അതായത് മുകളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, താഴെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട്. ഫസ്റ്റ് മോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡെറിവേറ്റീവ് ഓഫ് e raised to x 1 0 ആണ് ബൈ ലിമിറ്റ് x tends to 0 ആണ്. x tends to 0. താഴെ ഡെറിവേറ്റീവ് എടുക്കുമ്പം സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കണം. എന്ത് കിട്ടും? മൈനസ് e raised to 2x into 2 ആൻഡ് വി വിൽ ഗെറ്റ് ഈ നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം 1 by minus 1 by 6 is our answer. Okay, so hope you understand this is L'Hospital's rule. അതായത് മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു മെത്തേഡ് എല്ലാ ലിമിറ്റിൻ്റെ പ്രോബ്ലത്തിലും ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴാണ് ലിമിറ്റ് x tends to 0? മിക്കവാറും കീമിന് ചോദിക്കുന്നില്ല, ലിമിറ്റ് x tends to 0 പ്രോബ്ലംസ് തന്നെയായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Guys, this is the second problem on our board and ഈ പ്രോബ്ലം ലിമിറ്റിൻ്റെ പ്രോബ്ലമാണ്. ഇതും നമ്മൾക്ക് L'Hospital's റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതായത് മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ മുകളിലത്തെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? ലിമിറ്റ് x tends to 0. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഈസ് 1 by ഉള്ളിലുള്ള സാധനം, പിന്നെ അകത്തുള്ള സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് കിട്ടുന്ന ln5 ആണ്. ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴത്തേൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം സോ ഹിയർ എ ഡെറിവേറ്റീവ് ഓഫ് a raised to x ഈക്വൽ ടു a raised to x log a ആണ്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 5 raised to x ഈസ് 5 raised to x log 5. നൗ നമുക്ക് ഇതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം. ln അല്ല 1 plus ln5 into x. ഓക്കെ, സോ ln5 log 5 ക്യാൻസൽ ആവും. ഈ ലോഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതമാണ് ഞാൻ ഉദ്ദേശിച്ചത്, ln ആണ്. സോ ln ക്യാൻസൽഡ്. ദെൻ x tends to 0 ഇട്ട് കൊടുക്കുമ്പോൾ 1 കിട്ടും. x tends to 0, ഇത് 0 ആയി പോവും. 1 into 1 കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് അവർ ആൻസർ ടു ദിസ് പ്രോബ്ലം 1. ദിസ് ഇസ് അവർ നെക്സ്റ്റ് പ്രോബ്ലം. ഇതിലും നമുക്ക് L'Hospital റൂൾ ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ അത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ സിമ്പിൾ നമുക്ക് നോർമൽ കൺവെൻഷണൽ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. കൺവെൻഷണൽ മെത്തേഡ് എന്താ? ലിമിറ്റ് x tends to 0 sin x by x ഈക്വൽ ടു 1. അല്ലെങ്കിൽ ലിമിറ്റ് x tends to 0 sin 5x by 5x ഈക്വൽ ടു 1. അതായത് sin ax by ax ഈക്വൽ ടു 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് sin t² അല്ലേ. സോ വാട്ട് ക്യാൻ വി ഡു? ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കാം. 5t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. സോ ഇത് 1 ആയി മാറും, ഇത് 1 ആയി മാറും. അപ്പോൾ നമുക്കിവിടെ 5t² കിട്ടും. ആൻഡ് ദിസ് വിൽ ഓൾസോ ബി 1 ആൻഡ് ദ ആൻസർ വിൽ ബി 1 by 5. ഓക്കെ, സോ ഗൈസ്, ദ നെക്സ്റ്റ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ വീണ്ടും എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ L'Hospital റൂള്. സോ ലിമിറ്റ് x tends to 0. ഇതിൽ L'Hospital റൂൾ ഉപയോഗിക്കുമ്പം 1 by 1 plus x minus e raised to x by 8x minus 9. ഇനി ഇതിൽ x equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 അല്ലേ കിട്ടുന്നത്? ആൻസർ ഈക്വൽ ടു 0. ആൻഡ് സോ ദ ആൻസർ ഈക്വൽ ടു 0. ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ വരുമ്പോഴും 0/0 ഫോർമാറ്റിലായിരിക്കും വരുന്നത്. ആൻസർ 0/0 ഫോർമാറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും L'Hospital റൂൾസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ
ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 ആണ്. അപ്പോൾ നമ്മൾ 4 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0/0 ഫോർമാറ്റിൽ കിട്ടും ആൻസർ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മുടെ സ്ഥിരം എൽ ഹോസ്പിറ്റൽ റൂൾസ് അപ്ലൈ ചെയ്യുന്നു. സോ വിൽ ഗെറ്റ് 1/2√x² + 9 മുകളിൽ 2x കിട്ടും. ബാക്കിയെല്ലാം 0 ആയി പോകും. താഴെയും 0 ആയി പോകും. താഴെ 1, ഇത് 1, ഇത് 0 ആയി പോകും. സോ ഡിവൈഡഡ് ബൈ 1. ഇനി ഇങ്ങനെ കിട്ടി. ഇതിനകത്ത് നമ്മൾ 4 ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 4/5 ആണ്, വിച്ച് ഇസ് നോട്ട് ഇൻ 0/0 ഫോർമാറ്റ്. സോ ദാറ്റ് ഇസ് എ ആൻസർ. ഓക്കെ, ദിസ് ഇസ് എ ഡയറക്റ്റ് പ്രോബ്ലം. കാരണം ഇവിടെ ഡയറക്റ്റ് 3 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കിയാൽ e⁻³ - 3 0 -3 + 1 is -2/9 - log 1 is 0. So we will get -2/9 is the answer. Okay, thank you. -2/9 is the answer. -2/9 is the answer. Next problem. Here again നമ്മുടെ LHR അല്ലല്ലോ, എൽ ഹോസ്പിറ്റൽസ് റൂൾ 0 1 -e⁻x/2x ആൻഡ് ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വീണ്ടും LHR അപ്ലൈ ചെയ്യാം, എൽ ഹോസ്പിറ്റൽസ് റൂൾസ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂളിനെയാണ് നമ്മൾ LHR എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. ഓക്കെ, LHR അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അറിയാവുന്ന സാധനം e⁻x - 1/x = -1 എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമ്മളിപ്പം ഫോർമുലയൊന്നുമല്ല, LHR ആണ് പ്രിഫർ ചെയ്യുന്നുണ്ട്. നമ്മളിത് വീണ്ടും LHR വെച്ച് ചെയ്തു, കാരണം ഫോർമുല ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് വീണ്ടും LHR അപ്ലൈ ചെയ്താൽ -e⁻x/2 and e ക്ക് 0 ഇട്ട് കൊടുത്താൽ -1/2 will be our answer. ഓക്കെ, ദിസ് പ്രോബ്ലം നമുക്ക് കോട്ടിനെല്ലാം സൈൻ ആക്കി കൺവേർട്ട് ചെയ്യാം. കാരണം നമുക്ക് ഒരേ ഒരു ഇക്വേഷൻ നമുക്കറിയത്തുള്ളൂ, sin x/x = 0 അല്ലെങ്കിൽ tan x/x = 0. സോ ഈ കോട്ടെ 4xനെ 1/tan 4x എഴുതാം. cosec 3xനെ sin 3x എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ ബൈ 3x × 3x by 4x × 4x. ഇത് 1 ആക്കി പോവും, ഇതും 1 ആയി പോവും, ഇത് രണ്ടും വെട്ടിപ്പോവും. ദ ആൻസർ വിൽ ബി 3/4. ദിസ് ക്വസ്റ്റ്യൻ ഈസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത് നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കാനാണ്. ഫസ്റ്റ് ഈസ് log 1 + x/x, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, log 1 + x/x 1 ആണ്. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻x - 1/x = 1 ആണ്. ഇതിൽ ഈ എക്സിന് പകരം എന്ത് വരാം? 5x വരാം, 2x വരാം, 3x വരാം. അപ്പോൾ ഇവിടെ 5x ആണെങ്കിൽ ഇവിടെയും 5x ആണെന്ന് ഓർത്തോണം, എന്നാലേ അത് 1 ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷനും നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ ഒപ്പം ഈ 2 ഇക്വേഷനും ഇമ്പോർട്ടൻ്റാണ്. ചില സമയത്ത് LHR ഉപയോഗിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊരു x² ആയി മാറും. ഇനി നമുക്കൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3x² ആയി മാറും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാലോ, 1 ആയി മാറും. ഇവിടെ നമുക്ക് 5x കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതും 1 ആയി മാറും. ഈ x വെട്ടിപ്പോയി. ആൻസർ വിൽ ബി 3/5. ഓക്കെ, ദിസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം 0 ഇട്ട് കൊടുക്കും. 0/0 ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? LHR റൂൾ അപ്ലൈ ചെയ്യും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/2√2 + x -1/2√2 - x. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ 2 മൈനസ് കൂടെ പ്ലസ് ആവും. ഇനി നമുക്ക് എക്സിന് 0 ഇട്ട് കൊടുത്താൽ എക്സിന് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/√2 വിൽ ബി അവർ ആൻസർ. ഓക്കെ,
സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്തേക്കുന്നു. നൗ meet me at the next session. Thank you. Bye bye. Subscribe.